ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു നാടകം ഞാൻ പറഞ്ഞിട്ട് എക്സാമ്പിൾ ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പൊ അനുമോള കുടുംബമായിട്ട് നീ പിണങ്ങി, എന്തോ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്, അതിന്റെ സൈഡ് നീ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുമോള കുടുംബമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് അനുമോള കുടുംബത്തിൽ വിളിച്ച് പറഞ്ഞ് തീർത്താൽ പോരെ? പക്ഷെ നീ അതൊന്നും ചെയ്യാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുന്ന യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബേബിയെ വിളിച്ചിട്ട് ചേച്ചി ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, നിങ്ങൾ ഇതൊന്നും പുറത്തുവിടല്ലോ കേട്ടോ, ഒന്നും ചെയ്യല്ലോ, ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. എന്തിന് അവരെ നീ എന്തിനു ബോധിപ്പിക്കാറിയിരിക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ വിനോടേ, നീ കള്ളനാണെങ്കിൽ ഞാൻ കാട്ടുകളനാണ് കേട്ടോ. നിന്നെയൊക്കെ പോലുള്ളവർ ആരച്ച് കറക്കി കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇമാതിരി കുറച്ച് ഐഡിയ കൊണ്ട് നീ എന്റെ അടുത്ത് വരരുത് കേട്ടാ. അയ്യോ, പിന്നെ അതിന്റെ വോയിസ് ആരെങ്കിലും കണ്ടിട്ടാക്കുക, അത് വേറെ കേസ്, അത് നിനക്കും അറിയാം ഈ ഒരു സംഭവം. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അതുൽ ബ്ലോഗ്സ്, നമ്മുടെ അതുലിന്റെ ഈ PR വിഷയം, അനുമോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കോൺട്രവേഴ്സിയുടെ ഒരു പോർഷനാണ്. അപ്പം എനിക്കും സെയിം തന്നെയാണ് PR വിനുവിനോട്, നമ്മുടെ അനുമോളുടെ PR ആയിരുന്ന PR വിനുവിനോട് ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ അടുത്ത് ഉടായ്പും വേലകൾ വായിക്കി വരരുത് എന്നൊക്കെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും കുറെ അധികം കാര്യങ്ങളും ഇവര് ചുറ്റിപ്പറ്റി നടക്കുന്നതെല്ലാം നമ്മൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോസ് ആണല്ലോ. അപ്പൊ നമ്മളെല്ലാം മരിച്ചു പെറുക്കി നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെബീന ബീബിയോട്, അതായത് നമ്മുടെ PR വിനു, നമ്മുടെ അനുമോളുടെ PR വിനു പുള്ളിക്കാരിയെ വിളിച്ചിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ PR വിനുവും അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പ് ഷെബീന ബീബി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ PR-ഉം ഈ നമ്മുടെ അനുമോളും തമ്മിൽ തെറ്റി പിരിഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് PR വിനുവിനെ കുറ്റപ്പെടുത്തിയാണ് അതിനകത്ത് വീഡിയോ ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹം അതിന്റെ അടിയിൽ, അതായത് ഷെബീന ബീബിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഷെബീന ബീബിയെ PR വിനു വിളിക്കുന്നത്, അതിനുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് PR വിനുവിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പൊ നമുക്കറിയാം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഈ വർഷം ചർച്ചയായിട്ട് നിന്നിരുന്നതാണ് PR വാക്സ്. അതിൽ അനുമോളെക്കാളും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് മറ്റുള്ളവരിലോട്ട് എത്തിയ ഒരു വ്യക്തിയാണ് PR വിനു. ഈ പ്രാവശ്യമാണ് PR വിനു എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കഴിഞ്ഞ വർഷം ജിൻഡോയെ ജയിപ്പിച്ചു, ഇത്തവണ അനുവിനെ ജയിപ്പിച്ചു. അതിനുശേഷം ഇവർ ഒരു കോംബോ കാര്യങ്ങൾ, പാറ്റേൺസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ തന്നെ നമ്മുടെ സായി, നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇടയ്ക്ക് എപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു, സീസൺ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയിരുന്ന് ജയ് വിളിക്കേണ്ട അവസ്ഥ വരരുത്, ഉള്ള പൈസയും വാങ്ങിച്ചിട്ട് ഒന്ന് കിട്ടിയാൽ മതി എന്നൊക്കെ ഉള്ള ഒരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ആ ഒരു രീതി ഇപ്പം അദ്ദേഹം പടി അച്ചടിച്ച് വന്നേക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഈ വിനുവും അനുമോളും തമ്മിൽ ഏകദേശം തെറ്റി പിരിഞ്ഞു. അനുമോള് ഫേസ്ബുക്ക് അല്ല നമ്മുടെ ഇൻസ്റ്റയിൽ നിന്ന് അൺഫോളോ ചെയ്തു, പിന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് അറിയുന്നത്. വിനുവിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പം ഇത് എന്താണ് ഇതിന്റെ പുറയിലൊരു വിഷയം? കാരണം മജോറിറ്റി ഓഫ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് ഇങ്ങനെ തെറ്റിപ്പിരിയാനുള്ള കാരണം എന്നൊക്കെ. അപ്പൊ ഇവിടെ ഒരു കാരണം എന്ന് വെച്ചാൽ കുത്തിത്തിരിപ്പ് ബിന്നി തന്നെയാണ് മെയിൻ കാരണം. അതായത് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ചടങ്ങുണ്ടായിരുന്നു. അതില് മെയിൻ സ്ട്രീം മണ്ണിന്റെ എങ്ങാണ്ടോ അതില് PR വിനുവിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അത് കൊടുക്കുന്നത് നമ്മുടെ ബിന്നി ആയിരുന്നു. അപ്പൊ വിനുവും അവിടെ വെച്ച് കണ്ട സമയത്ത് ബിന്നിക്ക് എതിരെ കുറച്ച് അലിഗേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് PR വിനു ആണോ ഇങ്ങോട്ട് എടുത്തിട്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിന്നി. അപ്പത്തേക്ക് വിനു പറയുന്നുണ്ട്, ഞാനല്ല, അത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെ പിടിച്ച് ഞാൻ പുറത്താക്കി. അപ്പം അവരെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം അവരാണ് ഇത് ചെയ്തത്. കൂടുതൽ അറിയണമെങ്കിൽ ചിലപ്പോ എന്താണ് നമ്മുടെ അനുമോളുടെ ചേച്ചിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാമായിരിക്കും, നിങ്ങൾ അവരോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞെന്ന് ഇവിടെ ബിനു പറയുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ആളുടെ ഭാഗം ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് PR അല്ല, നമ്മുടെ ബിനു കുത്തിത്തിരിപ്പ് ബിന്നിയും ഹസ്ബൻഡും കൂടെ ഇത് മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് അനുവിന്റെ ചെവിയിൽ എത്തിച്ചു. അനുവിന്റെ ചേച്ചിയുടെ ചെവിയിൽ എത്തിച്ചു. അനുവിന്റെ ചേച്ചി കരഞ്ഞുകൊണ്ട് അനുവിനെ വിളിക്കുന്നു. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മുടെ ബിനുവിനോട് ചോദിച്ചില്ല. അപ്പൊ തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നു അനുമോള്. അപ്പൊ അതാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ ബിനു ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഷെബീന ബീബിയോട് പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തത് മാത്രമേ ഞാൻ പറയുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽ സ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും രൂപീനെയും ഞാൻ കണ്ടു, അവരടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിനും ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കിയിരുന്നു. അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാര്, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു. മനസ്സിലായതാണ്. അനുമോളുടെ ചേച്ചിയൊന്നും പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ
ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത്. അപ്പം ഇതില് നിങ്ങൾ കേട്ടത് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ബിനു കുറ്റക്കാരനല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു എക്സ്പ്ലനേഷൻ ബിന്നി ഇങ്ങോട്ട് ചോദിച്ചു. കാരണം ബിന്നി ഏറിപ്പോകാൻ കാരണം PR ബിനു കാരണമാണ് എന്നുള്ള ഒരു കാര്യം ബിന്നുവോട് തിരക്കുമ്പോൾ അത് ബിനു നിഷേധിക്കും. ഞാനല്ല, ഇതിനകത്ത് വേറെ കുറെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, അവരെ ഞാൻ പുറത്താക്കി, അവരാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്. പ്ലസ് പിന്നീട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇവരുടെ ചേച്ചിയോടൊന്ന് ചോദിച്ചു, കണ്ണിമോടെ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നു. അപ്പൊ അത് ഇങ്ങനെ കടന്നു കറങ്ങാണ് വിഷയം. ഇത് ഇവിടെ കൊണ്ട് തീരില്ല. ബിനു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബിനു തന്നെ ചിലപ്പോൾ നാറും എന്നാണ് എനിക്ക് പറയാനുള്ളൂ. പ്ലസ് അനുമോളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചുറ്റിനും ഈ സീസൺ ഉള്ളതിൽ എല്ലാ പെണ്ണുങ്ങളും ഒന്നിനും കൊള്ളത്തില്ലാത്ത ഇനങ്ങളാണ്. നമുക്കറിയത്തില്ല എന്തൊരു ക്വാളിറ്റിയാണ്, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇൻമെച്ചർ ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് ഈ തവണത്തെ സീസൺ 7 ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന എന്തോ അത് നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ബാക്ക് സ്റ്റംപ് ചെയ്യുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, എന്ത് ശരി എന്ത് തെറ്റ് എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. ബാക്കി നിങ്ങളുടെ ഭാഗം ഞങ്ങളാരും കേട്ടിട്ടില്ല. അപ്പൊ എന്താണോ ശരി, നിങ്ങൾക്ക് എന്താണ് പ്രോഗ്രാം കിട്ടേണ്ടത്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താണോ നല്ലത്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വന്നേക്കുവാണ്. കാരണം അനിമോൾ എന്ന് പറയുന്നത് പൈസയ്ക്ക് എനിക്ക് വേണമെന്ന് ഒരു ആർത്തി കൂട്ടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്വഭാവം ഒന്നും വലിയ കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കത്തില്ല, ആരെയും ബാക്ക് സ്റ്റംപ് ചെയ്യത്തില്ല, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ആ ഏറ്റവും ലോകം കണ്ട നന്മമരം അനുമോളാന്ന് ഞാൻ പറയുന്നില്ല. അനുമോളിന് എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു കുലസ്ത്രീയാണെന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും നല്ലൊരു പെൺകുട്ടി അനുമോളാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ തമ്മിൽ ഭേദം തൊമ്മൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ബിഗ് ബോസിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അവരിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഭേദം അനുമോളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്തത്. ബാക്കി ഒന്നിനും കൊള്ളത്തില്ല, കുടുംബത്തെ കയറ്റാൻ കൊള്ളത്തില്ലാത്ത ഇനങ്ങളാണ് ബാക്കിയെല്ലാം. എന്തുവാടേ ഇത്? നമ്മൾ ഈ മീൻചന്തയെ പോലും ഇല്ലാത്ത, അവരുടെ പോലും ഇല്ല ഇതുപോലെ ക്യാരക്ടർ ഉള്ള മനുഷ്യർ. അതുപോലത്തെ ഇനങ്ങളൊക്കെയാണ് ഈ തവണത്തെ ബിഗ് ബോസ് സീസൺ 7 വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് ഇത്രയ്ക്കുള്ള അഭിപ്രായം, ഏകദേശം അതിൽ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ അടുത്തൊരു വീഡിയോ എടുക്കാനും വരെ സ്റ്റുഡന്റ് ബൈ.